അപ്പൊ ഉഴിച്ചില് നമുക്ക് ശരിക്കും ഇടേണ്ട സാധനം ഇതാണ് കണ്ടാ. ഇതെന്തിട്ടാണെന്ന് പറഞ്ഞു തരണ്ടല്ലോ. ലങ്കോട്ടി. ഇത് നമ്മുടെ പകൽപൂരത്തില് മറ്റേ ഈ മുകേഷും ഇവരും പൂജയും കാണിക്കുന്നത് പോലെ തോന്നി. അപ്പോൾ ഇത് മാത്രം ധരിച്ചിട്ടാണ് ഉഴിച്ചിൽ നടത്തുന്നത്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാമിലി ചാനലാണ്. അതുകൊണ്ട് ഇതിട്ടിട്ടാണ് ചേട്ടൻ ചെയ്യാൻ പോണേട്ടാ. അപ്പോൾ അവിടെ എല്ലാം സെറ്റാണ്. അതിൻ്റെ ആൾക്കാർ തേക്കാനുള്ള എണ്ണ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. നമുക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ ചേട്ടൻ ഡ്രസ്സ് മാറിയിട്ട് ഇനി നമ്മൾ എണ്ണത്തോണിയിലേക്ക്. അപ്പോൾ ചേട്ടൻ തയ്യാറായി വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തയ്യാറായി വന്നു. ഉഴിച്ചിലുകാർ ഇവിടെ റെഡിയാണ്. ഈ രണ്ട് ചേട്ടന്മാരുടെ വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ. അപ്പൊ ഇനി ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ പറയും. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ബോഡി മസാജ് എന്ന് പറയും, വേണമെങ്കിൽ ഉഴിച്ചിൽ എന്ന് പറയാം. അതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ കാലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കർക്കിടക മാസത്തിൽ എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു ക്രിയാക്രമമാണ് ഈ ഉഴിച്ചിൽ. ഈ തൈലം പരട്ടിയുള്ള ഉഴിച്ചിൽ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെ ബോഡിക്കൊരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നതാണ് നമ്മളെ പ്രധാനപ്പെട്ട കാര്യം. അതായത് എപ്പോഴും, അതായത് മഴ പെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ താഴ്ത്തിക്ക് പോകും. ചൂടുള്ള സമയത്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടിപ്പോവും. അപ്പോൾ നമ്മുടെ ബോഡി കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. അതിനൊരു പ്രധാന കാര്യമാണ് ഈ എണ്ണ പറ്റി ഒഴിയുന്നതോട് ശരീരം ചൂടാവുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഭക്ഷണക്രമത്തിലും ഇതേമാതിരിയുള്ള ഭക്ഷണങ്ങൾ ശീലിക്കുക. പ്രത്യേകിച്ച് കർക്കിടക ചികിത്സ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ചികിത്സാ വിധികളെക്കുറിച്ച് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. ആദ്യപടിയായിട്ട് നമ്മൾ നിറയിൽ ഒരു അല്പം എണ്ണ വയ്ക്കും. അതിൻ്റെ ഒപ്പം തന്നെ ചെവിട്ടിലും ഓരോ തുള്ളി എണ്ണ വയ്ക്കും. ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുക അല്ലേ? സാധാരണ ഇതൊരു പ്രാർത്ഥനയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിളക്ക് വെച്ച് നമ്മൾ ധന്വന്തരിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് സാധാരണ ചെയ്യുക. ഈ എണ്ണയുടെ പേരെന്താ? ഈ എണ്ണയുടെ പേരെന്ന് വെച്ചാൽ, എണ്ണ ഓരോ രോഗികൾക്കും സാധാരണ രീതിയിൽ ഓരോ അവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ രോഗിയാണെങ്കിലും അല്ലെങ്കിൽ സ്വസ്ഥനാണെങ്കിലും നമ്മൾ സാധാരണ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏലാദിയോ അല്ലെങ്കിൽ കസ്പസ് അസ്ഥിയാദിയോ ഏതെങ്കിലും ഒരു തൈലം നമ്മൾ ഉപയോഗിക്കും. വേദന എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദന എടുപ്പിച്ചും ഒഴിയാം, അല്ലാണ്ട് നല്ല സുഖം കിട്ടുന്ന വിധത്തിലും ഒഴിയാൻ പറ്റും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ഉഴിച്ചിൽ നടത്തുന്നത്. ഇതൊരു അനുഭവമായിട്ട് മാറട്ടെ. വീണ്ടും ചെയ്യാൻ ഒരു പ്രചോദനമായി മാറും എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ ലാലേട്ടൻ മോഹൻലാല് എവിടെയാണ് പോയിട്ട് ഓരോ കൊല്ലത്തിൽ എത്ര ദിവസമുണ്ട് ഈ സുഖചികിത്സയ്ക്ക് ഉഴിച്ചിലും പിഴിച്ചിലൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൊല്ലം നമുക്ക് ലാലേട്ടൻ്റെ പോലെ അങ്ങോട്ട് തരാം. നല്ലതാണോ എന്നതിൽ സംശയമൊന്നുമില്ല. അതൊരു നല്ല ചോദ്യം. ഈ ചോദ്യം എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിൽ മഴ കോരി ചൊരിയുമ്പോൾ ഈ കാട്ടുപോത്തിൻ്റെ തുടവരെയും വിറയ്ക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ അറ്റ്മോസ്ഫിയറിനൊരു ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ശരീരത്തെ എന്തായാലും ബാധിക്കും അത്. അപ്പോൾ ഇത്രയും നല്ല ഈ മഴ കോരിച്ചൊരിഞ്ഞ് ഈ തണുപ്പ് ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തായാലും ഒരു തണുപ്പ് വരും. അപ്പോൾ നമ്മൾ ആ തണുപ്പ് മാറ്റി ചൂട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമ്മളെ ബോഡി ചെയ്തു തരും നമുക്ക്. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് ഈ സമയം തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസം ഇതിന് പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. എല്ലാ സമയത്തും ഇത് എന്നും അഭ്യംഗം ചെയ്ത് കുളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആയുർവേദത്തിൽ. അഭ്യംഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാരണന്മാരൊക്കെ കാലത്ത് തന്നെ ഇട്ടിട്ട് ഒരു തോർത്തും ചുറ്റി നന്നായിട്ട് കുഴമ്പും തേച്ച് ഒരു കൈക്കോട്ട് കൊടുത്ത് വീടിൻ്റെ ചുറ്റും നടക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളതാരും ഫോളോ ചെയ്തില്ല. അവരെന്തിനാ ചെയ്തതെന്നുള്ളത് ഇതിപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയുന്നത് തന്നെയാണ്, അച്ഛനും അമ്മയൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. പക്ഷെ അച്ഛനും അമ്മയും നമ്മൾ ചെയ്യില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നോട് പറയുന്നില്ല.
ഉഴിച്ചില് നടത്തിയിട്ടില്ല കേട്ടോ അപ്പളത്തേക്കും അല്ലേ. ഇതിന് പ്രായം പരിധി അങ്ങനെയുണ്ട്? എത്ര വയസ്സ് കഴിഞ്ഞവർക്ക് എന്താ പറയാ, ചെറുപ്പം ചെറിയ കുട്ടികൾക്ക് ചെയ്യുന്ന അത്യാവശ്യമുള്ള കേസുകളിൽ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാത്ത കുറച്ച് ഏജ് ആയിട്ട് ചെയ്യുന്നു. അഭ്യംഗം ചെയ്യുന്ന കാര്യത്തിലാണെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല കേട്ടോ. എല്ലാ കുട്ടികളും എല്ലാ പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ, വർഗ്ഗഭേദമന്യേ എല്ലാവർക്കും ചെയ്ത് ആണ് പറയുന്നത്. ഇന്ന ജാതിക്കെന്നും പറഞ്ഞിട്ട് ആയുർവേദത്തിൽ പറയുന്നില്ല. കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും എന്താ പറയുക, പല്ലേച്ച് കക്കൂസിൽ പോയി കുളിക്കണമൊക്കെ എല്ലാവരും മിക്കവാറും ചെയ്യുന്നുണ്ടാവും. കുളി ചിലവർ ഒഴിവാക്കുന്നുണ്ടാവും. പക്ഷേ അതാ പ്രൊസീജിയർ വ്യക്തമായിട്ടും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ദിനചര്യ എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ എത്ര മണിക്ക് എഴുന്നേൽക്കണം, അതിനുശേഷം എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ വ്യക്തമായിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് ആരോ പറഞ്ഞിട്ടോ എങ്ങനെയോ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ഡോക്ടർമാർ പറഞ്ഞ മലയാളികളുടെ ഒരു വൃത്തി എന്ന് പറഞ്ഞിട്ട് വൃത്തിയുടെ ഭാഗം അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന പല ദിനചര്യകളും നമുക്ക് ദോഷമാണെന്ന്. എല്ലാ ദിവസവും കുളിക്കുന്നത്, അല്ലെങ്കിൽ എണ്ണ ഇട്ടിട്ട് കുളിക്കണത്, അതൊക്കെ പൊട്ടയാണെന്നൊക്കെ ഓരോ ഡോക്ടർമാർ യൂട്യൂബിൽ കണ്ടിട്ട്. എണ്ണയിട്ട് കുളിക്കുന്നത് കുളിക്കുക ഈ നമ്മൾ ഓരോന്ന് ചെയ്തല്ല. ഇപ്പൊ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിൽ ഒരു എണ്ണമയുണ്ട്, അത് പൂവാണ് ചെയ്യുന്നത്, പൊട്ടയാണെന്ന് ശരീരത്തിൽ. അത് അത് ആക്കിയതല്ലേ ഇപ്പോൾ. അങ്ങനെ വെച്ചാൽ കുളിക്കുമ്പോൾ അനാവശ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ടി വിയിലും മറ്റും കാണുന്ന സോപ്പുകളും മറ്റേ പരസ്യങ്ങൾ കണ്ടിട്ട് ആ സോപ്പുകൾ വാരി തേക്കാണ്. കുളിയുടെ കാര്യം ചോദിച്ചല്ലേ, കുളിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് കേടാണെന്ന് പറഞ്ഞില്ലേ. അത് കുളിക്ക് ഒരു ഗുണം പറയുന്നുണ്ട്. സ്നാനം ദീപനമായുഷ്യം വൃഷ്യമൂർജ ബലപ്രദം. ഇത് ആദ്യം പറയുന്ന ഗുണമാണ്. സ്നാനം എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ വയറ് കത്താൻ തുടങ്ങും. അതായത് സ്നാനം ദീപനം എന്ന് വെച്ചാൽ അഗ്നിയെ ദീപിപ്പിക്കും. ആയുഷ്യം വെച്ചാൽ ആയുസ്സിനെ വർദ്ധിപ്പിക്കും, ബലത്തെ വർദ്ധിപ്പിക്കും. വൃഷ്യമാണ് ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്നതാണ്. ഈ ഗുണങ്ങൾ നമുക്ക് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ശരീരം എന്താ പറയുക, നമ്മൾ എന്നും ഊർജ്ജസ്വലനായിട്ടിരിക്കും. ആ കുളി കഴിഞ്ഞതോടുകൂടി നമ്മൾ ഓക്കെ ആയി. സ്ത്രീകളായിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ എങ്ങനെ ഒഴിച്ചില്ല സ്ത്രീകൾ തന്നെ ഉണ്ടാവും? പിന്നെ ലേഡീസ് സ്റ്റാഫിനെ വരുത്തണമല്ലോ. അപ്പോൾ നമ്മൾ ലേഡീസാണ് പേഷ്യൻ്റ് എന്ന് വെച്ചാൽ അപ്പോൾ പെണ്ണുങ്ങളായിരിക്കും. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, അവർ വരുത്തും. അത് പറയാറായിട്ടില്ലല്ലോ. അല്ല ഞാൻ പറട്ടെ, ഒരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ പൊതുവെ ഇതിനെ അറിയപ്പെടുന്നത് എന്തെന്നാ, സുഖചികിത്സ. ഈ സുഖചികിത്സ എന്ന പേര് പറഞ്ഞെങ്കിൽ എന്തോ സുഖം കിട്ടിയിട്ടല്ലേ, പിന്നെന്താ സംശയം? ബോഡി ഒന്ന് ഇളതാവുന്ന മാതിരി ഒരു കഫത്തിൻ്റെ ഒരു ഇത് വരും. കഫം ഒന്ന് കയറി വരും. വാദം പിത്തം കഫം എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അതിൽ കഫം ഒന്ന് പതുക്കെ ഒന്ന് കയറി വന്ന് നിൽക്കും. അപ്പോൾ നമ്മളൊരു മന്ദത സ്വഭാവത്തിൽ കയറിക്കും. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ആ സമയങ്ങളിലൊക്കെ. പ്രത്യേകിച്ച് എവിടെയെങ്കിലും വല്ല ജോയിന്റ് പെയിൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല. ആ ഭാഗത്ത് നമുക്ക് ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണേ. ഭയങ്കര സുഖല്ലേ അത്? സുഖല്ലേ ഇത് ചെയ്യണല്ലേ? ചേട്ടൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ വല്ല അസുഖം വന്നു, ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിക്കണേല് മുന്നേ തന്നെ മാറും. കണ്ടു അത് മെന്റൽ ഇതല്ലേ. അല്ല, പ്രത്യേകിച്ച് ഒരു ധൈര്യം നമ്മുടെ മനസ്സിന് വന്നല്ലേ. ഇനി ആളെ നമ്മൾ കണ്ടല്ലോ, ഇനി നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ മൊത്തി പുള്ളിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ നമ്മളൊരു സ്പെഷ്യലായിട്ട് JMR ഓയിൽ എന്ന് മറ്റൊരു സാധനമുണ്ട്. എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഓയിലാണ്. ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇറക്കുന്നതാണ്. ആ തൈലമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അത് നമ്മളേ ഓരോ ബോഡിയുടെ അനുസരിച്ചാണ്, നമ്മൾ സാധാരണ ഓരോ ശരീരത്തിനനുസരിച്ചാണ് നമ്മൾ എണ്ണ തിരഞ്ഞെടുക്കുന്നത്. അസുഖമുള്ളവർക്കാണെങ്കിൽ അസുഖത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കും. പല എണ്ണകളുടെ പേര് കേട്ടിട്ടുണ്ടാവില്ലേ? കൊട്ടൻ ചുക്കാതി, ധന്വന്തരം, മഹാനാരായണം, സഹചരാതി, അങ്ങനെ കുറേ ഉണ്ട്.
അത് ആളും തരാമെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ അച്ഛൻ സഹചരാതി, ധന്വന്തരം, പിന്നെ കർപ്പൂരാതി, അത് മിക്സ് ചെയ്തിട്ട് അത് എല്ലാ ദിവസവും അതൊന്ന് ചൂടാക്കും, കുളിക്കണതിൻ്റെ മുന്നൊന്ന് ചൂടാക്കും. എന്നിട്ട് അത് നീല് തന്നെ ഞാനാണ് പറ്റി കൊടുക്കാറ്. ഒരു സൈഡ് അച്ഛൻ്റെ തളർന്നുണ്ടായിരുന്നു. അപ്പോൾ അതാക്കി വിരലുകളൊക്കെ ഒന്ന് ജോയിൻസ് ഒക്കെ ഒന്ന് ഇതാക്കി ലൂസാക്കി എന്നിട്ടാണ് ആൾ കുളിക്കുക. ഇവര് ഉഴിച്ചില്ല 39 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ് കേട്ടാ ഇത് ചെയ്യുന്നത്. ഞാൻ തൃപ്പൂണിത്തുറ ആയുർവേദ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ നിന്ന്. എൻ്റെ അച്ഛൻ്റെ സമയം വന്നപ്പോൾ ചെറിയൊരു എന്താ പറയുക, നല്ലത് ചീത്തൊന്നും പറയാൻ പറ്റില്ല. പുള്ളിത്തിരി രാഷ്ട്രീയ ആ കാലത്ത് ഈ വൈദ്യന്മാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കും ആ കാലത്തെ വൈദ്യന്മാർ. അപ്പോൾ പുള്ളി കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുറച്ച് ഇറങ്ങിയപ്പോൾ ഈ ഇത്തിരി ഇത്തിരി താഴത്തോട്ട് പോയി. അതല്ലെങ്കിൽ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ 96-ാമത്തെ വർഷമാണ് KMN വൈദ്യശാല തുടങ്ങിയിട്ട്. മറ്റ് സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 96-ാമത്തെ വർഷമാണ്. പക്ഷെ അതിൻ്റെ ഇടയിലൊരു ബ്രേക്ക് പോലെ വന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അടുത്തിട്ട് പോയി. ഇല്ല, ഭക്ഷണം ഭക്ഷണം ഇതായിരിക്കണം. ഒറ്റ വയറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സാധാരണ ഒഴിഞ്ഞ് കളഞ്ഞില്ലേ അത് പുറത്തേക്ക്? ഇതുപോലെ ഈ ഉഴിച്ചില്ലെങ്കിൽ സമയമുണ്ടോ? അതായത് ഉച്ചയ്ക്ക് മുന്നാവണം. സാധാരണ കാലത്താണ് ചെയ്യേണ്ടത്. അതായത് സൂര്യൻ ഉദിച്ച് വരണേക്കും ചൂടാവണേക്കുമ്പൊക്കെ ചെയ്യണം. കാലത്താണ് സാധാരണ. പിന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ എന്താ പറയട്ടെ, ഈ സമയമില്ലാത്തവർക്ക് നമ്മൾ ഇത് ചെയ്യുമ്പോൾ 10 പേര് വെച്ചാൽ നമ്മൾ ഇവരുടെ സമയം അനുസരിച്ച്, അതായത് പണിക്കാരെയും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ സമയം ക്രമപ്പെടുത്തിക്കൊള്ളും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ചെയ്യണം. ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലം തീർച്ചയായിട്ടും കൂടുതൽ പേര് വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. അല്ല, ഇത് പോവില്ല. സൈഡിൽ തിണ്ടുള്ളതുകൊണ്ട് പോവില്ല. കുറച്ച് കയറി കിടക്കണേ, വ്യത്യാസം വരും. ഇല്ല ഒഴിച്ചില് മസാജിങ് അല്ലെങ്കിൽ സ്പാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു മോഡലിന് ബെസ്റ്റ്. വെരി ഗുഡ്. അത്യാവശ്യം ശരീരം ശ്രദ്ധിക്കുന്ന ആളാണ്, കുഴപ്പമില്ല, നല്ലതാണത്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പുള്ളിനെ ഒന്ന് എന്താ പറയുക, ആവി അടുപ്പിച്ച് ഒന്ന് വേർപ്പിക്കും. അപ്പോൾ ആ ദോഷങ്ങൾ കംപ്ലീറ്റ് 45 മിനിറ്റ് സമയമാണ് കേട്ടോ. ഇതിപ്പോ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒഴിച്ചിലല്ലോ. അങ്ങനത്തെ ഒരു ഒഴിച്ചിലാകുമ്പോൾ ആ രോഗിയുടെ അസുഖത്തിനനുസരിച്ചിട്ട് ആ ഒഴിച്ചിലിന്റെ സമയം, അതിനുപയോഗിക്കുന്ന തൈലം, എണ്ണ, ആ ഒഴിച്ചിലിന്റെ രീതി, അതൊക്കെ വ്യത്യാസപ്പെടും. ഇതിപ്പോ ഈ സുഖചികിത്സ അല്ലെങ്കിൽ അതിന്റെ സാധാരണ വെറുതെ ഒരു ഒഴിച്ചിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു 45 മിനിറ്റ് ആണ് അതിന്റെ സമയം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റീലും വെള്ളം കുറച്ചല്ലേ വെച്ചിട്ടുള്ളൂ. ഒരു ധാര ചെയ്യാനുള്ള സാധനം, ധാര. ഇതൊക്കെ ആഞ്ഞിലിംഗം വരെ ഈ സാധനത്തെ ഇത് പിന്നെ ഈ ഇതിനെന്താ പറയാ ശരിക്കും? ധാരാപാത്തി എന്നാണ് കേട്ടോ ഇതിനെ പറയാ. ഇതൊക്കെ ആഞ്ഞിലി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്.
അപ്പോൾ ഉഴിച്ചിൽ കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയറാണ് വിയർപ്പിക്കുക എന്ന് പറയും, സ്വേദനം എന്ന് പറയും. അത് 2-3 തരത്തിൽ ചെയ്യാം. കിടത്തിയിട്ട് ചെയ്യാം, ഇരുത്തിയിട്ട് ചെയ്യാം. അതിനുള്ള ചേമ്പറ അല്ലല്ല ഇങ്ങോട്ട് അതിനുള്ള ചേമ്പറിലാണ് പുള്ളി ഇരിക്കാം. ഇല്ല അതൊക്കെ എന്ത് പ്രശ്നമാണെന്ന് ചൂട് പറഞ്ഞോളാം. ചൂടുണ്ടാ അല്ല അതിൽ പിന്നെ നമ്മളെ ഇതിനിപ്പോൾ ഈ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ഈ ആവി ഉണ്ടാക്കുന്ന വെള്ളത്തിൽ നമ്മൾ മരുന്നുകൾ ചേർക്കും. ചൂടുണ്ടെങ്കിൽ പറയണം കേട്ടോ, ചൂട് കൂടുതലുണ്ടെങ്കിൽ പറയണം. ഇവിടെ ആവി വരുന്നതെന്ന് കാണിച്ചു തരാട്ടാ. അതെ ഇവിടെ നോക്കിയേ, ഇതില് വെള്ളവും പിന്നെ അതില് രോഗിയുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള മരുന്നുകളാണ് ഇതിൽ ചേർക്കുക. ഇപ്പൊ നമുക്ക് രോഗമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വാതകരമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ മരുന്ന്. അപ്പൊ ഇതിന്റെ ആവിക്ക് ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. ഇപ്പൊ കുറുമ്പ് ഇതിന്റെ ഉള്ളിലേക്ക് ആവി വരുന്നത് ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെ വിയർപ്പിക്കുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ മുഖത്ത് ഇങ്ങനെ വിയർപ്പ് പൊടിയും. അപ്പൊ നമ്മൾ നിർത്തുക. വിയർപ്പ് തുള്ളികൾ നമ്മുടെ മുഖത്തോടെ പൊടിയുന്നു. എനിക്കിപ്പോ ജഗതി മറ്റേ ജൂനിയർ മാൻഡ്രൊക്കെ സമയത്ത് തലടിച്ച് തെറിപ്പിക്കാനല്ലേ അത് പിന്നെ മണ്ണിന്റെ അടിയിലാണെന്ന് മാത്രം. നമ്മുടെ ഇങ്ങനെ ഇതൊരു നല്ല ചൂട്, സുഖകരമായ ചൂടാണ് ഇപ്പൊ വരുന്നത്. ചൂട് കൂടുമ്പോ പറയണേ, പറയാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് ഈ നമ്മൾ കുളിക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ വിയർപ്പൊന്ന് അടങ്ങിയിട്ട് ഞാനേ ഈ ചെറുപ്പത്തിൽ നമ്മൾ ഭയങ്കര വണ്ണം കുറവായിരുന്നു. ഭയങ്കര വണ്ണം കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ വെയിറ്റ് ഇല്ല. 52 കിലോന് 53 കിലോന് കിലോ. അപ്പോൾ വെയിറ്റ് കൂട്ടാനായിട്ട് ആ സമയത്ത് വണ്ണം വയ്ക്കുക എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. അത് ഒരിക്കലും നടക്കാറില്ല. അപ്പോൾ അന്ന് ഒരു നടത്തറേണ്ട ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ്ട് ഈ വണ്ണം വയ്ക്കാനുള്ള ഗുളിക. മനസ്സിലായി. അപ്പോൾ അത് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ് വേണം. അപ്പോൾ കാശുള്ളവരൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ചിലർ വണ്ണം വെച്ചു. എല്ലാവരും വണ്ണം വെക്കുന്നത് മുഖത്താണ്. മുഖം ഒരു ചീർത്ത് അങ്ങനെ ഇതുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം അവസാനം പൈസ അടുപ്പിച്ച് നമ്മളത് വാങ്ങിച്ചു. കുറച്ച് ഗുളികകളാണ്. അത് കാലത്ത് വൈകുന്നേരം കഴിക്കുക. നമ്മൾ ഒരു 2 ദിവസം കഴിച്ചപ്പോൾ എനിക്കത് ഉഷാറായിട്ട് തോന്നിയില്ല. പക്ഷെ ഈ വണ്ണം വെച്ച് ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ ഗുളിക നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഓയിൽ വലിച്ചിട്ട് പോലെ തന്നെ വണ്ണം കുറച്ച് പറയാം. പക്ഷെ ഒരാൾ മാത്രം വണ്ണം നല്ല നിർത്തിയില്ല. വർഗീസിന്റെ വണ്ണം ഭയങ്കര വണ്ണം കുറവായിട്ട് കണ്ണൊക്കെ കുഴിയിലൊക്കെ പോയിട്ടുള്ള ഒരാളായിരുന്നു വർഗീസ്. പക്ഷെ അത് കഴിച്ചതിന് ശേഷം വണ്ണം അവ നന്നായി വെച്ചു. പിന്നെ അവ നന്നായി തീറ്റ കഴിക്കും. പിന്നെ ഞാൻ വണ്ണം വെക്കാനായിട്ട് നമ്മുടെ പെരിഞ്ചേരിയിൽ ഒരു വൈദ്യരുണ്ടായിരുന്നു. ആളെ സമീപിച്ചു. അപ്പോൾ ആള് എനിക്ക് ആളെന്നെ ഈ ഇവിടുത്തെ പോലെ തന്നെ ഈ മരുന്നുകളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ആടിന്റെ നെയ്യാണ് ഉണ്ടാക്കിയത്. ഒരു പച്ച കളറുള്ള നെയ്യ്. ആള് ഒരു കാലിന് വയ്യാത്ത ഒരു വൈദ്യരായിരുന്നു. ഭയങ്കര പ്രായമായിട്ടുള്ള ആള്. അപ്പൊ ആള് നെയ്യ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് വണ്ണം വെച്ചു നന്നായിട്ട് അന്നത്തത്. പിന്നെ അതിന് ഈ മറ്റേ പാർശ്വഫലങ്ങളൊന്നും ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ആള് മരിച്ചത് കുറെ കൊല്ലായി. അപ്പൊ നമ്മള് വണ്ണം വെക്കാനായിട്ട് അന്ന് കാലത്ത് പല ഇതുണ്ട്. അപ്പൊ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവര് അപ്പൊ എന്നിട്ട് വർഗീസ് നമ്മുടെ ഈ വർഗീസ് ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. അപ്പൊ വർഗീസ് വണ്ണം വെക്കാനായിട്ട് ഗുളിക കഴിച്ചു. ഗുളിക കഴിക്കുന്നതിന് മുമ്പ് കുറെ നാൾ മുമ്പ് ഒരു ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ എത്ര 3-4 മുകളിലൊക്കെ ആയിരുന്നു. അപ്പൊ ആളെടുത്തേക്ക് ഇവൻ ഈ മരുന്ന് വാങ്ങിക്കാനായിട്ട് ഡോക്ടറെ എത്തിക്ക് ചെന്നിട്ട് വണ്ണം വെക്കാനായിട്ട് പോയപ്പോൾ ഇവൻ കോണിപ്പടി കയറിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടറും ഒപ്പം ഉണ്ടായിരുന്നു ഇത്ര. അങ്ങനെ 2 പേരും ഒരുമിച്ചാണ് ആ റൂമിലേക്ക് എത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഞാൻ വണ്ണം വെക്കാനാണ് ഡോക്ടർ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കഥച്ചിട്ട് പറയാം. ഡോക്ടർ നല്ല വണ്ണുണ്ട്. ഡോക്ടർ പറയാ വണ്ണം വെക്കാണ്ടിരിക്കാനത് ഞാൻ ഈ കോണിപ്പടി കയറിയപ്പോൾ കഥച്ച് നിനക്കൊരു കഥപ്പൂലിയാണ്. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആയുർവേദത്തിൽ. നഹി സ്ഥൂലസ്യ ഭേഷജം എന്ന് വെച്ചാൽ സ്ഥൂലം എന്ന് വെച്ചാൽ തടിയുള്ളവർക്ക് ഭേഷജം വെച്ചാൽ മരുന്നുകൾ ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ മണ്ണുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മരുന്നുകൾ കുറവായിരിക്കും. റേഞ്ച് ഓഫ് മെഡിസിൻ കുറവാണ്. കുട്ടികളില്ലാത്ത കേസിൽ ചെന്നാലും ഫാറ്റി ആണെന്ന് അപ്പോൾ കുറച്ചിട്ട് വരാൻ പറയുള്ളൂ.
അത്രയുള്ള എൻ്റെ കേസ്. അപ്പൊ വണ്ണം വെക്കുന്നത് അത്ര വല്ലാണ്ട് വണ്ണം വെക്കുന്നത് നല്ലതല്ലാന്ന്. തീർച്ചയായിട്ടും നമ്മളിപ്പോ എന്നോട് വരുമ്പോ വെക്കാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു, "നീ 60 കിലോ വെക്കാൻ." 60 കിലോ ഒന്നുമില്ല, 54 കിലോയിലൊക്കെ എത്താം. ഞാൻ 68, 69. മതി 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 മതി. ഒഴുകണല്ലേ, വേർത്ത് ഒഴുകണല്ലേ? ചെറുതായിട്ട് വേറെ പോയിരുന്നോ വിയർക്കണ പോലെ തോന്നുന്നുണ്ടോ? ഒഴുകുന്നുണ്ടാ? വേർത്ത് ആയിട്ടില്ല. ചൂട് കുറവാണോ? അത്യാവശ്യം വേണ്ട കൂട്ടണ്ട. ഭീകരമായ ചൂടൊന്നുമില്ലേ. അപ്പൊ നമ്മുടെ ആവികേരത്തില് കഴിഞ്ഞു. ഇതിനെ എന്താ പറയാ, സ്റ്റീം ബാത്ത്. സ്റ്റീം ബാത്ത്, ബാത്ത് എന്ന് പറയും. പിന്നെ എന്തോ വേറൊരു പേര് പറഞ്ഞു, സ്വേദനം, സ്വേദനം. ആൽക്കുളി എന്നും പറയും. പച്ച മലയാളത്തിൽ പുഴുങ്ങിയെടുക്കുക എന്ന് പറയും. പുഴുങ്ങുക. ഇടിയൊക്കെ കൊണ്ടുകഴിഞ്ഞാലേ ചതഞ്ഞ ശരീരത്തെ പുഴുങ്ങി എന്നൊക്കെ പറയില്ലേ. പ്രത്യേക കാറ്റ്. പതുക്കെ പതുക്കെ പിടിച്ചിരുന്നോട്ടാ. ഇനി തുടച്ച് വരട്ടെ പുള്ളി. നമുക്ക് തോന്നുന്നുണ്ട് സുഖല്ലേ? ഞാനത് പറയുന്നതനുസരിക്കല്ലേ. കാലത്ത് അടിപൊളിയായിട്ട് കുളിച്ചിട്ട് വന്നുള്ള ഞാനാ. അത് കുഴപ്പമില്ല. കുളിക്കണം നല്ല അന്തസ്സായിട്ട് നമുക്ക് അവിടെ താഴ്ത്ത് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യണ പരിപാടി ഇതാണ്. കംപ്ലീറ്റ് തുടച്ചെടുക്കുക. സാധാരണ ഇവിടെ ചെയ്യാന്ന് വെച്ചാല് പേഷ്യൻസ് വന്നു കഴിഞ്ഞാല് ഇവരോട് ഡ്രസ്സ് ഇട്ട് പോയിക്കൊള്ളാൻ പറയും. അതായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി പറയും. അത് അവിടെ ഇരിക്കുന്നത് നല്ലതാണ്. എണ്ണ എത്രത്തോളം ഇരിക്കുന്നത് അത്ര നല്ലതാണ് അവർക്ക്. അവിടെ പിന്നെ താഴ്ത്ത് പോയി കുളിക്കാം. നമുക്ക് ചൂടുവെള്ളം റെഡിയാണ്. ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാന്ന് പറയുമ്പോ ചിലര് പറയുന്നുണ്ട്, നമ്മൾ സാധാരണ കുറച്ച് വെള്ളം ചൂടാക്കി പിന്നെ പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടല്ലേ പാകത്തിന് ചൂടാക്കുക. അതിന് വരാൻ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്ക് കുളിക്കാവുന്ന ആ ചൂടിലേക്ക് അതിനെ ആറിയിട്ട് അതിൽ കുളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവും. പല ഓരോരുത്തർക്ക് വ്യാഖ്യാനങ്ങൾ പലതും ഉണ്ടാക്കാമല്ലോ. നമ്മൾ സഹിക്കാവുന്ന ചൂടിൽ കുളിക്കുക, അത്രേ ഉള്ളൂ എൻ്റെ കേസ്. ഉഴിച്ചിലൊക്കെ കഴിഞ്ഞിട്ടേ ചേട്ടാ കുളിക്കാൻ പോയേക്കാം. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ റോഡിൽ ആ ബോർഡ് കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ഒരു പാലം പോലെ നേരെ, അതായത് ഭൂമി കുറച്ച് താഴ്ന്നിട്ടാണ് കിടക്കുന്നതേ. അവിടെയാണ് വീടും അവരെ മറ്റ് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നേരെ നമുക്ക് ഇങ്ങനെ ഒരു പാലം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വരാൻ വെച്ചാൽ ഇവിടെയാണ് രോഗികൾ വന്നു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ നടക്കണത് കേട്ടോ. അതിവിടെയാണ്. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ മരുന്നുകളൊക്കെ ഡിസ്പ്ലേ കുറേ ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ മരുന്നുകൾ ഉണ്ടാക്കണതും കുപ്പികളിൽ നിറയ്ക്കണത്, സീൽ ചെയ്യണത്, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞാൽ കുറേ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് കൺസൾട്ടേഷൻ. അത് കഴിഞ്ഞാൽ ഡോക്ടറുടെ റൂം ഇവിടേക്കാണ് വരിക. കണ്ടാ ഡോക്ടർ ഇവിടെ റെഡിയാണ്. മരുന്നിന്റെ കുറിപ്പും റെഡിയാണ്. ജഗന്നാഥന് വേണ്ടി ഞാനൊരു മരുന്ന് എഴുതിയിട്ടുണ്ട്, വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ജഗ്ഗുവിന് എപ്പോഴും പനി വരലും ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. നമുക്ക് അറിയാലോ, കുറേ പേര് നമുക്ക് കമൻസിൽ പറയുന്നുണ്ട് ഓരോ മരുന്നുകൾ, അഗസ്ത്യ രസായനം കൊടുക്കൂ അങ്ങനെ ഇങ്ങനെയൊക്കെ, ആളൊന്ന് വെയിറ്റ് ഒക്കെ വെച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഡോക്ടർ ലാക്ഷാദി കേരം തലയിലും മേലും തേച്ച് കുളിക്കുക. അതിനുശേഷം രാസനാദി ചൂർണ്ണം തിരുമുക ഡെയിലി. പിന്നെ അതോടൊപ്പം കൂഷ്മാണ്ഡ രസായനം എന്ന് പറഞ്ഞൊരു ലേഹ്യമുണ്ട്, നല്ല ടേസ്റ്റുള്ള ലേഹ്യമാണ്. അതൊരു ടീസ്പൂൺ വെച്ചിട്ട് 2 നേരവും കാലത്തും വൈകിട്ടും ഭക്ഷണത്തിന് ശേഷം കൊടുത്താൽ മതി. 2 നേരം കഴിക്കുക. ഇത് സ്ഥിരമായിട്ട് കുറച്ച് നാൾ കഴിക്കട്ടെ. അവൻ അടിപൊളിയാവും. ജഗന്നാഥൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ജഗന്നാഥനാവും കേട്ടാ. എന്നാ ജഗന്നാഥൻ കേട്ടാ കേട്ടാ. ഇനി ഇവിടെ ലീച്ച് തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് രക്തമോക്ഷം, അതായത് അശുദ്ധ രക്തത്തിനെ കളയുക. അത് തന്നെ കളയുക. പൊട്ട രക്തം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, കെട്ടിക്കിടക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പഴുപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ വരും അല്ലേ. അപ്പം അതിനെ കളയണം. അതിനെ കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചികിത്സയുണ്ട്, ലീച്ച് തെറാപ്പി. ഒരു പ്രത്യേകതരം അട്ടകളെ വെച്ചിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണത്. ഇനി അത് കാണിച്ചു തരാം. ലീച്ചിങ് എന്ന് പറയും, ലീച്ച് അട്ട എന്ന് പറയും. നമ്മളെ സാധാരണ അട്ടല്ല, ഇതൊരു ഔഷധ കൊണ്ടുള്ള അട്ടയാണ് ഇതിൻ്റെ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ നോൺ ഹീലിംഗ് അൾസർ ഒക്കെ ഇല്ല, ഡയബറ്റിക് അൾസർ, നോൺ ഹീലിംഗ് അൾസർ, അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്, ലീച്ചിങ് തെറാപ്പി. ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒട്ടും മാറാത്ത ഈ ഡയബറ്റിക് അൾസറൊക്കെ ഉണ്ടാവും കാലൊക്കെ ആകെ ചീഞ്ഞിരിക്കുന്ന ടൈമിൽ. കാരണം ബ്ലഡ് വെസൽസ്, ബ്ലഡിൻ്റെ രക്തോട്ടം ഭയങ്കര കുറഞ്ഞുകൊണ്ടാണ് അവിടെ ഇങ്ങനെ നമ്മൾ ഹീലിംഗ് വരാത്തത്. അങ്ങനത്തെ കണ്ടീഷനിൽ ഈ അട്ടനെ കടിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാറി വരും. ഈ കണ്ടീഷൻ നല്ല രീതിയിൽ മാറി വരും. പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ പോകുന്ന ഇതാണ് സംഭവമാണ്.
മുറിച്ച് കളയാ, കാല് മുറിച്ച് അങ്ങനത്തെ കണ്ടീഷനിൽ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നമ്മൾ ഷുഗർ നോർമൽ ആണെങ്കിൽ ഇതിനെ ചെയ്യിക്കാം. പിന്നെ മറ്റേ ഇതുണ്ട് നമ്മുടെ വെരിക്കോസ് അൾസർ ഒക്കെ ഉണ്ട് അങ്ങനത്തെ കണ്ടീഷനിൽ. പിന്നെ ഭയങ്കര മുട്ടുവേനായിട്ട് ഭയങ്കര പെയിനുള്ള കണ്ടീഷൻ, നല്ല പെയിനുള്ള നീ ജോയിന്റ് പെയിൻ, അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ അട്ടേനെ ഘടിപ്പിക്കാം. കണ്ടില്ലേ? ഇനി നമ്മളെല്ലാ അട്ടയും പറ്റില്ല, നമുക്ക് ഇതിനു വേണ്ടി മാത്രം ഒരു അട്ടയും കണ്ടില്ലേ, ഒരു യെല്ലോ ബോർഡർ ഉണ്ടാവും. അല്ല അങ്ങനെ പേര് കൃത്യമില്ല. ഇത് ഞാൻ മാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. മാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനം കൊണ്ടുവരുന്നത്. കണ്ടില്ല, ഈ യെല്ലോ ബോർഡർ ഉണ്ടാവും, അതാണ് ഇതിന്റെ പ്രത്യേകത ഈ അട്ടേരെ. ഇല്ല കിടന്നു തരും. പെയിനൊന്നും അറിയില്ല, ഒട്ടും പെയിനൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. ഇഷ്ടംപോലെ ചെയ്യാറുണ്ട് ഇവിടെ, നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു ഷുവർ റിസൾട്ടാണ് നമുക്ക്. 95% റിസൾട്ടാണ് നമുക്ക് അട്ട ലീച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം ഈ സാധനം കിട്ടാനില്ല, അതാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഈ സാധനം അത് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെതായ കണ്ടീഷൻ വേണം, അതിൻ്റെതായ ചെളിയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നമ്മളിവിടെ അങ്ങനെ ചെയ്യണില്ല, നമ്മൾ കൊണ്ടുവരുന്നു, ഇത് ചെയ്യുന്നു, പിന്നെ ഇട്ട് വയ്ക്കുന്നു. അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഒരു അട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അത് പിടിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ദിവസം അതിന് ഹൈബർനേഷനിൽ മാറ്റിയിടും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം ഒരു 6 മാസം കഴിയുമ്പോൾ വീണ്ടും അതിനെ യൂസ് ചെയ്യാൻ തുടങ്ങും. വലുതായി കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തേക്ക് പിടിക്കില്ല. ആ ചോര ഓട്ടോമാറ്റിക്കായി നമ്മൾ കളയണം. അല്ലെങ്കിൽ ഫുൾ ചോര ഉണ്ടെങ്കിൽ അത് ചത്തുപോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് ചോര കളഞ്ഞിട്ട് അതിനെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് പിന്നെ അത് അവിടെ ഇരുന്നോളും. ശല്യമില്ലാണ്ട് കിടന്നോളും. അങ്ങനെയുള്ളതാണ് ഈ ചെപ്പിൽ കിടക്കുന്നത്. ആളുറക്കത്തിലാണ്, സുഖനിദ്രയിലാണ്. അത് ചിലപ്പോ വിടില്ല. ജാതി പോലെ ഗ്ലൗസ് ഉള്ള കാരണം കൊണ്ട് പിടിക്കും. രോഗികൾ വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഇവര്. അപ്പൊ രോഗികൾ വന്നില്ലെങ്കിൽ ഒരു പട്ടിണിയാവില്ലേ? ഇല്ല, അങ്ങനെ കിടക്കും. കുറെ കാലം ശരി, കുഴപ്പമില്ല അല്ലേ? ആക്ടിവിറ്റി കുറവില്ല, അപ്പൊ ഹൈബർനേഷനിൽ പോയിക്കോളും. പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ ചേഞ്ച് ചെയ്യും. എല്ലാ വീക്കും വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ട് നല്ല ഹെൽത്ത്. വേറെ ഫുഡൊന്നും ഇട്ട് കൊടുക്കലൊന്നുമില്ല, കണ്ടാ? അപ്പൊ അങ്ങനെ കേട്ടാ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. പിന്നെയുള്ളവരെന്ന് പറയണത് എന്തിട്ടെന്നറിയോ? പവനൊരു ഹോസ്പിറ്റലുണ്ട്. കരൂപ്പടന്ന നമ്മൾ PPVH എന്നൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ മോഡേൺ ഡോക്ടർ ഉണ്ട്, ആയുർവേദം ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, ഡെൻ്റലുണ്ട്. അപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ ഡോക്ടേഴ്സും വിസിറ്റ് ചെയ്തിട്ട് ആ രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ് എന്താണ് അത് നമ്മൾ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഉഴിച്ചിലാണെങ്കിൽ ഉഴിച്ചിൽ, ഇപ്പോൾ മോഡേൺ വരുമ്പോൾ ഭയങ്കര പെയിൻ കണ്ടീഷനൊക്കെ വരും. ഇപ്പോൾ നീ ജോയിൻറ്റ് പെയിനൊക്കെ സഹിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പോൾ വേണമെങ്കിൽ അതിന് ഒരു ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, ഫിസിയോതെറാപ്പി ഉണ്ട്, എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്യുന്ന രീതിയിലാണ് ആ ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുന്നത്. PPVH ഹോസ്പിറ്റൽ എന്ന് പറയും, കരൂപ്പടന്ന. ആ സ്റ്റോപ്പിൻ്റെ പേര് തന്നെ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നാണ്. ആ ഹോസ്പിറ്റലാണ് PPVH ഹോസ്പിറ്റൽ എന്നാണ് പേര്. അത് കുറേ കാലമായിട്ടുള്ള ഹോസ്പിറ്റലാണ്. നമ്മളിപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ, 2 മാസത്തിനടുത്തായിട്ടുള്ളൂ. കുറച്ച് കാലമായിട്ടുള്ളൂ അവർ തുടങ്ങി. വന്നതിന് ശേഷമാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്റെ ക്ലിനിക്കിന് തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ ഞങ്ങൾ സംസാരിച്ച് അവിടെ എല്ലാവരും ഫെസിലിറ്റി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അല്ല, ഇവിടെ ഓൾറെഡി അച്ഛനിരിക്കുന്നത്. അപ്പൊ ഞാൻ വേറെ രീതിയിൽ അവിടെ നമുക്ക് ഫ്രീ ആണല്ലോ. ഫ്രീ ആണ് സമയത്ത് എന്റെ എന്തായാലും ഞാൻ ആയുർവേദം കഴിഞ്ഞ് MD കഴിഞ്ഞാണ്. സ്കിന്നാണ് ആയുർവേദം കഴിഞ്ഞ് MD. സ്കിന്നും ആയുർവേദത്തിൽ വിഷചികിത്സയാണ് ഞാൻ MD ചെയ്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും സ്കിൻ ഡിസീസ് കൂടുതൽ വരുന്നത് നമ്മളെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസാണ്. നമുക്ക് പറ്റാത്ത ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുമ്പോഴാണ് കൂടുതലും സ്കിൻ ഡിസീസായിട്ട് വരാം. അപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ MD വിഷത്തിൽ ചെയ്തവരാണ് മെയിനായിട്ട് സ്കിൻ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നത്. ഞാനപ്പോൾ സ്കിന്നിലാണ് MD ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് വീടിനോട് ചേർത്ത് ഈ ഹോസ്പിറ്റലിൽ കൂടാണ്ട് ഒരെണ്ണോട് ഉണ്ടെന്ന് പറയായിരുന്നു കേട്ടോ. നമ്മുടെ ഉഴിച്ചിൽ കഴിഞ്ഞ് കൂടി കഴിഞ്ഞു, ഉഷാറായി സംഗതി കേട്ടാ. ഭയങ്കര സുഖമാണ്. ഞാൻ എല്ലാ കൊല്ലം വരണം ഒഴിയാനായിട്ട്. ഇവരൊരു ബോർഡ് കൊണ്ടുവരുന്നേട്ടാ. ഇതൊരു സാധാരണ ബോർഡല്ല, കാണുമ്പോൾ ശരിക്കും ഒരു നിസ്സാര സാധനമാണെന്ന്. പക്ഷെ എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ പറ്റും? കണ്ട, എത്ര തലമുറ മുന്നുള്ളവരെ കാര്യമാണെന്ന് പറയുന്നത്. 1485 എന്ന് പറയുന്നത് കൊല്ലവർഷമാണ് കേട്ടാ. ഇതെങ്ങനെയാണ് ഇവരുടെ റൂട്ട് പോണത്? കണ്ട, ഈ നീല അതില് പോയി ഇങ്ങനെ പോയി അതിൽ ജനിച്ചിട്ടുള്ളത് ഇതെങ്ങനെ ഇവരിലെത്തി. കണ്ട,
ഇങ്ങനൊരു റൂട്ട് മാപ്പ്. കേട്ടാ ശങ്കരൻ, 2 മക്കള് ശംഖു കോരുണി, പിന്നെ ഇവരുടെയൊക്കെ മക്കളും എല്ലാതും ഉണ്ടല്ലേ. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? പണ്ടത്തെ ഭാര്യമാരെ പേരടക്കം കൊടുത്തിട്ടുണ്ട്. ഈ ഗോപാലൻ എന്ന് പറഞ്ഞ ആൾക്ക് എത്ര മക്കളെ? പ്രഭാവതി, ധർമ്മൻ, അംബിക, രംഗൻ, ശശി, ലോഹിതാക്ഷൻ, ഗീതാനന്ദൻ. 2, 4, 6, 7 മക്കള്. ആ സമയത്തൊക്കെ നോക്കി ശ്രദ്ധിച്ചാൽ കൂടുതൽ മക്കളുണ്ട് അല്ലേ? അതായത് ഈ ശങ്കരന്റെ മകൻ പോരുണ്ണിയുടെ മകൻ വേലുക്കുട്ടി, അതിന്റെ മകൻ രാമൻ, ആളുടെ മകൻ മാധവൻ, പിന്നെ നാരായണൻ, ശ്രീരുദ്രൻ. കണ്ടവരെ മക്കൾ പവൻ, മയ്യൻ. നല്ലൊരു ഇതായിട്ടില്ല വീട്ടില് ഫാമിലി ട്രീ എന്നൊക്കെ പറയില്ലേ നമ്മള്. പക്ഷെ നമുക്കൊരു നമ്മുടെ അച്ചാച്ചന്റെ വരെ കിട്ടുള്ളൂ. എന്റെ അച്ഛന്റെ അച്ഛൻ വരെ നമുക്ക് കിട്ടില്ലേ. അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ മറ്റേ ഈ ഒടുവിൽ പറയില്ലേ, ചോദിക്കില്ലേ പെണ്ണ് കാണാൻ വന്നവരോട് അവന്റെ അച്ഛന്റെ അച്ഛൻ തറവാട്ടുകാരാണെന്നുള്ളതിന്റെ ലക്ഷണമാണ്. അവരെത്ര തലമുറയുടെ മുന്നിലുള്ളവരുടെ പേരറിയാൻ പറ്റുന്നുള്ളത് എന്നാണ് ആ സിനിമയില് പറയുന്നത്. അവയില് തമ്പിതള വേറെ ജനിച്ചതും ഈ വീട്ടിലാ. 500 വർഷത്തെ ചരിത്രം നീ വീടിന് ഇവിടെ ഇല്ലേ. ഇവിടെ കാണുന്ന പോലെ ഇല്ലട്ടെ. ഇവര് പിള്ളേരുടെ നല്ല ഭംഗിയാക്കിയിട്ടുള്ള കുറെ സംഗതികളൊക്കെ ഇവിടെ ആദ്യം തന്നെ കാണുന്നത് ഒരു മീൻകുളാണ്. 2 പിള്ളേരും കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. കൊറോണയുടെ ടൈമിൽ ഉണ്ടാക്കിയതാണോ? കൊറോണയുടെ ടൈമിലാണോ പലർക്കും ക്രിയേറ്റിവിറ്റി. പിന്നെ അത് മാത്രല്ല, വെള്ളം തിങ്ങിയിട്ട് പോയിട്ട് അതിലെ പോയിട്ട് ഇങ്ങനെ വരുന്നത്. ചെറിയ മീനുകൾ ഇട്ടതാണ് ഇവർക്കൊക്കെ എന്തൊരു സൈസായി എന്നിട്ടിപ്പോ. കൊറേ ഫുഡ് കൊടുത്തോണ്ടേ അതിന്റെ ചിലപ്പോ കയ്യിൽ നിന്ന് വന്നിട്ടോന്ന് കണ്ട ഒരു കവാടം. ഇവിടെ വർത്താനം പറഞ്ഞിരിക്കാം. അതന്നെ ചവിട്ടുപടികൾ വരെ പണിതിട്ടിട്ടുണ്ടല്ലേ ബാങ്ക് കയറി വരാൻ. ഭയങ്കര രസാ അവിടെ ഇരിക്കല്ലേ. നിങ്ങളിങ്ങനെയാ കാലത്ത് എണീറ്റ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കും? കട്ടൻ ചായയൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞു. ഇല്ല, ഈ കൊറേ കാലത്ത് തന്നെ ഓരോ വഞ്ചിയിൽ ഓരോ കൊട്ടായിട്ട് ഓരോരുത്തർ പോകും. ഈ ചെമ്മീനായിട്ടും പിന്നെ പൂരി പിന്നെ കക്ക ശരിക്കും ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ ചെമ്മീൻ ഒരു കൊട്ട്, വേറെ മീനാണ് വേറെ, അങ്ങനെ നമുക്ക് വീട്ടിൽ കൊട്ടനുസരിച്ചിട്ട് അത് അങ്ങനെ അറിയാം. ചായ കുടിക്കണ കാര്യം ചോദിച്ചു. ചായ കുടിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ സമയം കിട്ടാറില്ല. തലമുറ പക്ഷേ ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ ഇരുന്ന് അങ്ങനെ ഇരിക്കും. നല്ല വീതിന്റെ കാണുന്ന പോലെ നല്ല വീതിന്റെ നല്ല ഒഴുക്കുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര. അപ്പോ വീട് കണ്ടു, മരുന്നുണ്ടാക്കണത് കണ്ടു, എല്ലാം കണ്ടു, സന്തോഷമായി. ഭക്ഷണം കഴിച്ചു, ബിരിയാണി കഴിച്ചു, പിന്നെ നടത്തി. പിന്നെ അടുത്ത് പുഴയുടെ അവിടെ കുറെ സമയം ഇവിടെ ഇരുന്നു. നല്ല മഴയായിരുന്നു. ഞങ്ങളിനി പോവാൻ നോക്കാണ്. അപ്പൊ ഡോക്ടർക്ക് എന്തോ ഇവിടുത്തെ മാനേജറിനെ കുറിച്ചിട്ട്, മാനേജറെ മാത്രം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. മാനേജറെ കുറിച്ച് പറയാനുണ്ട്. അതായത് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടന്നൊരു ഓൾറൗണ്ടർ ഉണ്ട് ഇവിടെ. പറഞ്ഞോ. അപ്പം ഞാനിത് ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം 33 വർഷമായിട്ടുണ്ട്. 33 വർഷമായിട്ട് ഞാൻ വളരെ ആസ്വദിച്ച് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് എൻ്റെ സഹധർമ്മിണി ഈ ഭോജ ശ്രീരുദ്രനാണ്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ രേഖാപ്രകാരം ശരിക്കും ടെക്നിക്കൽ സ്റ്റാഫ് മാത്രമല്ല, ഇപ്പോൾ ഞാനും എൻ്റെ മകനും ഇവരാണിത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കംപ്ലീറ്റ് കാര്യങ്ങളും അത് ലെവലാക്കി തരുന്നത് ഭോജയാണ്. അപ്പോൾ അതുകൊണ്ട് ഭോജനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണ്. ഇവര് പെൺമക്കളെല്ലാവരും ഭയങ്കര സംഭവങ്ങളാണ് കേട്ടോ. ഹരിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹരിച്ചേട്ടൻ അത് തന്നെയാണ് പറയണത്. ഹരിച്ചേട്ടൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ, ഷിപ്പിലല്ലേ. അപ്പം എല്ലാം ഷീജിയാണ് ഈ പറമ്പും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തണം. അങ്ങനെ അല്ലേ? നിങ്ങളെല്ലാവരും ഭയങ്കര പ്രാധാന്യം അമ്മയാണ്. അവരെ അമ്മയാണെന്ന് പറയണ അവരെ പെൺമക്കളെ. ഇവര് 6 പേരുണ്ട് കേട്ടാ. 6 പെൺമക്കളാണ്, 3 ആൺമക്കളും. ഇനിയിപ്പോൾ നമ്മളെ സന്തോഷത്തിൻ്റെ ഒരു ഇതായിട്ട് ഞങ്ങളെ ചെറിയ മരുന്നും പ്രോഡക്റ്റൊക്കെ അവർക്ക് കൈമാറാൻ കർക്കട കഞ്ഞിക്കൂട്ട് കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതിന് നമ്മളിനി വേറെ വീഡിയോയിൽ കാണിച്ചു തരാം.
കർക്കിടക കഞ്ഞി. പിന്നെ ജഗ്ഗുവിന് മരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അത് വീലുണ്ട്. ഒക്കെ ഉണ്ട്. അപ്പോൾ കോണ്ടാക്ട് നമ്പർ, ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ തരാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക. അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ? അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.